അപ്പം ചേട്ടാ, ഈ ശുദ്ധീകരണ സ്ഥലത്ത് നമ്മൾ ഒരു ഉത്തിരിയം ധരിച്ചൊരു ആത്മാവ് എത്തിക്കഴിഞ്ഞാൽ, ശുദ്ധീകരണ സ്ഥലത്ത് ഉത്തിരിയം ധരിക്കാത്ത ഒരു ആത്മാവും ഉത്തിരിയം ധരിച്ചു മരിച്ചൊരു ആത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ശുദ്ധീകരണ സ്ഥലത്ത് ഉത്തരീയത്തിൻ്റെ ഒരു വലിയ കൃപയിലെത്തിയ ആത്മാവ് എന്ന് പറയുന്നത് ഒരു വലിയ രക്ഷയാണ്. അത് മാതാവ് നൽകിയിട്ടുള്ള, മാതാവിൻ്റെ അതിൽ വിശ്വസിച്ച്, തിരുസഭ വഴിയിട്ടുള്ള അത് വിശ്വസിച്ച് നമ്മൾ അവിടെ എത്തിയതാണ്. രണ്ടാമത്തെ കാര്യം, ഒരു സാബറ്റിൻ പ്രിവിലേജ്, ശനിയാഴ്ച വരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വരമുണ്ട്. അത് ഈ ഉത്തരീയത്തിനോടനുബന്ധിച്ച് നമുക്ക് ലഭിച്ചതാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ 1250 അടുത്തായിട്ടാണ് നമുക്ക് ഉത്തരീയം വിശുദ്ധ സൈമൺ സ്റ്റോക്കിലൂടെ ലഭിക്കുന്നത്. അതിനുശേഷം ഏകദേശം 75 വർഷം കഴിഞ്ഞ അന്നത്തെ മാർപ്പാപ്പയ്ക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടു. ജോൺ 22 മാർപ്പാപ്പ ശരിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് ഒരു അഡീഷണൽ വരം കൂടെ കൊടുക്കണം. അതാണ് ഈ സാബറ്റിൻ പ്രിവിലേജ്. അത് ശനിയാഴ്ച വരം എന്നാണ് അറിയപ്പെടുന്നത്. അതിന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ വീണ്ടും അതിൻ്റേത് തുടങ്ങിയിട്ടുണ്ട്. കൊച്ചിയിലൊക്കെ അതിൻ്റെ കുറച്ചുകൂടെ ഒന്നതായിട്ട് ഒരു നല്ല ഡിവോഷൻ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സാബറ്റിൻ പ്രിവിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, പരിശുദ്ധമ്മ പറഞ്ഞ എങ്ങനെയാണ്: ഒന്ന്, ഉത്തരീയം ധരിക്കണം എപ്പോഴും. രണ്ട്, വിശുദ്ധിയിൽ ജീവിക്കണം. മൂന്നാമത്തത്, അവരുടെ അവർ ലേഡീസ് ലിറ്റിൽ ഓഫീസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനാ പുസ്തകം, അത് കർമ്മലീത്ത സഭക്കാരുടെ പ്രാർത്ഥനാ പുസ്തകമാണ്, പ്രാർത്ഥനയാണ്, അത് ജപിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ സമയത്ത് പലർക്കും വിദ്യാഭ്യാസം കുറവാണ്, ആർക്കും വായിക്കാനും എഴുതാനൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഇതിന് ബദലായി അന്ന് ഇത് ഈ സാബറ്റിൻ പ്രിവിലേജ് നൽകാനുള്ള അവകാശം കർമ്മലീത്ത സഭയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ അത് തീരുമാനിച്ചു, അത് തിരുസഭ തീരുമാനിച്ചു, അതിന് വേറെ ഏതെങ്കിലും പ്രവൃത്തി കൊടുക്കാം. ഒരു ജപമാലയോ, ഇല്ലെങ്കിൽ 7 സ്വർഗസ്നാപിതാവ്, 7 നന്മറിഞ്ഞ 7 ത്രിത്വസ്തുതി, ഇതാണ് ഒരു ബദലായിട്ട് ഈ ആർ ലേഡീസ് ലിറ്റിൽ ഓഫീസിന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സാബറ്റിൻ പ്രിവിലേജിന് വേണ്ടത്, ഒന്ന്, വിശുദ്ധിയിൽ ജീവിക്കുക; രണ്ടാമത്തത്, ഉത്തരീയം എപ്പോഴും ധരിക്കുക; മൂന്നാമത്തത്, അവർ ലേഡീസ് ലിറ്റിൽ ഓഫീസ്. പക്ഷേ അതിന് ബദലായി പിന്നീട് വന്ന കാര്യങ്ങളാണ് ജപമാല ചൊല്ലുകയോ, ബൈബിൾ വായിക്കുകയോ, ഇല്ലെങ്കിൽ ബുധനാഴ്ചയും ശനിയാഴ്ചയും മാംസം വർജിക്കുകയോ. അപ്പോൾ ഞാൻ 7 സ്വർഗസ്നാപിതാവ്, 7 നന്മറിഞ്ഞ 7 ത്രിത്വസ്തുതിയാണ് എനിക്ക് തന്നിട്ടുള്ള വൈദികൻ പറഞ്ഞിട്ടുള്ളത്. പറ്റുമ്പോഴെല്ലാം ആർ ലേഡീസ് ലിറ്റിൽ ഓഫീസ് എന്നുള്ള പ്രെയർ ചൊല്ലാനും പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഉത്തരീയം നമ്മൾ വാങ്ങിക്കുന്നു, ഏതെങ്കിലും വൈദികനടുകൾ കൊണ്ടുപോകുന്നു, അച്ഛൻ ജസ്റ്റ് വിധാനം പുത്രൻ വെച്ച് ബ്ലസ് ചെയ്യുന്നു, നമ്മളെ ധരിപ്പിക്കുന്നു. നമുക്ക് ശനിയാഴ്ച വരെ നമുക്ക് ലഭിക്കുന്നില്ല, കിട്ടുന്നില്ല. നമുക്ക് ആദ്യത്തെ പ്രോമിസ്, അതായത് നിത്യനരകാഗ്നിയിൽ പോകില്ല എന്നുള്ള വാഗ്ദാനം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. അതെ, ശനിയാഴ്ച ലഭിക്കണമെങ്കിൽ അതിൻ്റെതായ പ്രാർത്ഥന, ഒരു ചെറിയ പ്രാർത്ഥനയാണ്. അതെ, കർമ്മലീത്ത വൈദികരോ അല്ല, ആർക്ക് വേണമെങ്കിൽ, ഏത് വൈദികരോ. ഇന്ന് അത് നേരത്തെ കർമ്മലീത്ത വൈദികർക്ക് മാത്രമായിരുന്നു. ഇന്ന് തിരുസഭയിലെ ഏത് വൈദികർക്കും ഈ ശനിയാഴ്ച വരെ നമുക്ക് നൽകാം. അപ്പോൾ അങ്ങനെ ആ പ്രാർത്ഥന, പ്രത്യേക പ്രാർത്ഥന ചൊല്ലി നമ്മളെ ധരിപ്പിച്ച് തന്നു കഴിയുന്നു. ധരിപ്പിച്ചു കഴിഞ്ഞാൽ ആ അച്ഛൻ പറയുന്നു, നിങ്ങൾ ഇനി ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ നിങ്ങൾ ഇന്ന പ്രാർത്ഥനകൾ ചൊല്ലൂ എന്ന്. അപ്പോൾ അത് നമ്മൾ ചൊല്ലുമ്പോൾ നമുക്ക് ശനിയാഴ്ച വരെ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ശനിയാഴ്ച വരെ നമുക്ക് ലഭിച്ചു. അപ്പോൾ അങ്ങനെ മരിച്ച ഒരു ആത്മാവിന് ശുദ്ധീകരണ സ്ഥലത്ത് പോയാൽ എന്താണ് അഡ്വാൻറ്റേജ് ഉള്ളത്? ഇതാണ് ഏറ്റവും വലിയ, ഇത് പറഞ്ഞാൽ തിരുസഭ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു അനുഗ്രഹങ്ങളിലൊന്നായി ഉത്തരീയം മാറുന്നത് അവിടെയാണ്. മരിച്ച ആദ്യ ശനിയാഴ്ച തന്നെ പരിശുദ്ധ അമ്മ ഈ സാബറ്റിൻ പ്രിവിലേജ് ലഭിച്ച, ശനിയാഴ്ച വരെ ലഭിച്ച വ്യക്തിയുടെ ആത്മാവിനെ നിത്യസ്വർഗത്തിലേക്ക് ശുദ്ധീകരണ സ്ഥലത്ത് കൊണ്ടുപോകുന്നു. അതായത് മാസത്തിന് ആദ്യ ശനിയാഴ്ച എന്നല്ല, ആ വ്യക്തി മരിച്ചിട്ട് വരുന്ന ആദ്യ ശനിയാഴ്ച. അപ്പോൾ വെള്ളിയാഴ്ചയാണ് മരിക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം, പിറ്റേത്ത് വരുന്ന ശനിയാഴ്ച, ആ പിറ്റേ ദിവസം തന്നെ മാതാവ് ശുദ്ധീകരണ സ്ഥലത്ത് ഇറങ്ങി ആ വ്യക്തിയുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതാണ് നമ്മളിപ്പോൾ ശനിയാഴ്ച ദിവസം എന്ന് പറയുമ്പോൾ മാതാവിൻ്റെ ദിനമായിട്ടാണ് പൊതുവായി തിരുസഭ. അതെ, അപ്പം വിശുദ്ധരെല്ലാവരും മരിക്കണം എന്ന് ആഗ്രഹിക്കുന്നതും പലരും ശനിയാഴ്ച ദിവസം മരിക്കണം എന്നാണ് അവർ പലരും, മാതാവിൻ്റെ ദിവസം മരിക്കണം എന്നാണ്. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ അദ്ദേഹം പറഞ്ഞത്, ദൈവമേ എനിക്ക് പരിശുദ്ധമ്മ എന്നെ ശനിയാഴ്ച എന്നെ കൊണ്ടുപോയാൽ മതി. അതെ, ശനിയാഴ്ച വരെ സ്വീകരിച്ച ആത്മാക്കൾ മരിച്ചു കഴിഞ്ഞാൽ വരുന്ന തൊട്ടടുത്ത ശനിയാഴ്ച മാതാവ് ശുദ്ധീകരണ സ്ഥലത്ത് ഇറങ്ങി ഈ ആത്മാക്കളെ മോചിപ്പിക്കുന്നു. അപ്പോൾ ഇപ്പോൾ പൊതുവെ ആൾക്കാർ, വൈദികനടക്കം പറയുന്ന കാര്യമാണ്, ഇങ്ങനൊരു സംഭവമേ ഇല്ല, ഇതൊരു തട്ടിപ്പാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശനിയാഴ്ച വരെ എന്നുള്ളതൊക്കെ ഒരു പണ്ടത്തെ ട്രഡീഷൻ, അതിൻ്റെ ഒന്നും ആവശ്യം ഇപ്പോൾ ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ സത്യത്തിൽ ഇതൊരു മിത്താണോ അതോ വിശുദ്ധരൊക്കെ പ്രാക്ടീസ് ചെയ്തിരുന്ന കാര്യമാണോ ഇത്? അല്ല, ഇത് മാർപ്പാപ്പന്മാർ അംഗീകരിച്ച് തന്നിട്ടുള്ളല്ലേ. വേരലിൽ പറഞ്ഞാൽ പറഞ്ഞാൽ നമ്മൾ അത്രയും മാർപ്പാപ്പന്മാർ, വിശുദ്ധർ, അൽഫോൻസ് മരിയ ഡി ലിഗോരിയുടെയൊക്കെ അദ്ദേഹത്തിൻ്റെ ഇത് എടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ട എന്താണ് അവശേഷിച്ച സംഭവം എന്താണ്? അദ്ദേഹത്തിൻ്റെ വെന്തിങ്ങയാണ് അഴുകാതെ കിടന്നത്. ഡോൺ ബോസ്കോ ഇവരല്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധരുടെ നീണ്ട നിര തന്നെ, അത് പറഞ്ഞു കഴിഞ്ഞാൽ മാർപ്പാപ്പന്മാരുടെ നീണ്ട നിര തന്നെ, പരിശുദ്ധ അമ്മയോട് ഭക്തിയുള്ള അവർ പ്രത്യേകിച്ച്
ഇതിനെ അപ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അത് നമുക്ക് എവിടുന്ന് വേണമെങ്കിൽ നെറ്റിൽ ജസ്റ്റ് നമ്മളൊന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇതൊന്നും ഒരു മിത്തല്ല, തിരുസഭയിലൂടെ ലഭിക്കുക. അതാണ് ഈ മിത്തും മറ്റുള്ളതും നമ്മളുടെ വ്യത്യാസം. തിരുസഭയിലൂടെ നമുക്ക് ലഭിക്കുന്നതെല്ലാം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം എങ്ങനെയെങ്കിലും നിന്നെ ഞാൻ രക്ഷപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, അതാണ് ദൈവം പറയുന്നത്. അല്ലാതെ നിനക്കൊരു വഴി നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നല്ല, എങ്ങനെയെങ്കിലും നിന്നെ രക്ഷപ്പെടുത്താൻ ഞാൻ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധമ്മ അടിക്കടി ഓരോ സ്ഥലത്ത് വന്ന് ചിലയിടത്ത് മിറാക്കുലസ് മെഡൽ കൊടുക്കുന്നു. ഇപ്പം ഡിവൈൻ മേഴ്സി കരുണയുടെ ജപമാല തരുന്നു, കരുണയുടെ ഇമേജ് നമ്മുടെ വീട്ടിൽ വെച്ച് വണങ്ങാൻ പറയുന്നു. അത് ഈശോയുടെ തിരുമുഖത്തോടുള്ള ഭക്തി, തിരുഹൃദയത്തോടുള്ള ഭക്തി, വിമല ഹൃദയ ഭക്തി, അവസപിതാവിന്റെ നിർമ്മല ഹൃദയത്തോടുള്ള ഭക്തി. അത് ഓരോ കാലഘട്ടങ്ങളിൽ ദൈവം ആ കാലഘട്ടത്തിൽ തിന്മയെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യ മക്കൾക്ക് തരുന്നതാണ്. വിമല ഹൃദയ പ്രതിഷ്ഠ. കരുണയുടെ ചിത്രം വണങ്ങിയാൽ പോലും ഒരു ആത്മാവ് രക്ഷപ്പെടുമെന്നാണ്, നശിക്കില്ലെന്നാണ് ഈശോ പറയുന്നത്.